അപ്പൊ ഇനി നമുക്ക് ജഡ്ജസിനെ വെൽക്കം ചെയ്യാം എന്നൊക്കെ പറയണം എന്ന് എനിക്കുണ്ട്. പക്ഷേ ജഡ്ജസ് ഇല്ല, ഇന്ന് ഒരു ജഡ്ജ് മാത്രമേ ഉള്ളൂ. ആരാണ്? നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ മുത്തുമണി ശരത് സാർ. എന്താ ഒറ്റയ്ക്ക്? എന്നോട് ആരും പറഞ്ഞിട്ടില്ല, ഇവിടെ ആരാ വരുന്നതെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. എന്റെ അടുത്ത് വരാൻ പറഞ്ഞു, ഞാൻ വന്നു. എന്നാ ആരും ഇല്ലെന്നാ കേട്ടെ. ഒറ്റയ്ക്ക് അത് മൊത്തം ജഡ്ജ് ചെയ്ത് മാർക്കൊക്കെ ഇടണ്ടേ? ആരും വേണ്ട. അല്ല, വേണം ആളും. ഈ 2 സീറ്റുള്ള സ്ഥിതിക്ക് 2 പേരെ കിട്ടിയ സന്തോഷമായിരിക്കും. സന്തോഷല്ലേ? നമുക്ക് വിളിക്കാം. പിന്നെ അല്ലാണ്ട് ആദ്യത്തെ സീറ്റിലേക്കുള്ള ആളെ നമുക്ക് കൊണ്ടുവരാം. തീർച്ചയായിട്ടും. ഒരു പെൺകുട്ടി വേണോ ആൺകുട്ടി വേണോ? അല്ല, പെൺകുട്ടി വേണമെങ്കിൽ ഈ പിള്ളേരെ പിടിച്ചിരുത്തിയാ പോരെ. ഇച്ചിരി മുതിർന്ന ഒരാളാണെങ്കിൽ കൊള്ളാന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആണല്ലേ? അതെ. ഓക്കെ, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനും വന്നിരിക്കായിരുന്നല്ലേ? അത് വേണം. ഓക്കെ, അപ്പൊ വിളിക്കട്ടെ. ശരത് സാറിനൊക്കെ ഏറെ പ്രിയപ്പെട്ട ഒരാളാണ്. ഷീ ഇസ് എ പ്ലേ ബാക്ക് സിംഗർ, മ്യൂസിക് പ്രൊഡ്യൂസർ. പിന്നെയും പറയട്ടെ, ഞാൻ ഹിന്ദുസ്ഥാനി മ്യൂസിക്, കർണാട്ടിക് മ്യൂസിക് അറിയാം, ഗസൽസ്. ഇനി എന്ത് വേണം? ഏകദേശം ഒരു ധാരണയൊക്കെ ആയില്ലേ? സംഗീതത്തിന്റെ എല്ലാ മേഖലകളിലും മേഖലകളിൽ കൈകടത്തിയ ആ ഒരാൾ നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട മഞ്ജരി ചേച്ചി. മഞ്ജരി ചേച്ചി, സൂപ്പർ സ്റ്റാർ ചേച്ചി, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. ഹായ്, ഞാൻ സത്യത്തിൽ ഓരോരുത്തരുടെ പാട്ടും കേട്ടിട്ടുണ്ട്, സൂപ്പർ സ്റ്റാർ കാണാറുണ്ട്, ഈ സുന്ദരിയുടെ ഡാൻസും പാട്ടൊക്കെ ഞാൻ കാണാറുണ്ട്. കോമാളിത്തരങ്ങളും ഇവിടുന്ന് എന്നെ പുഴുങ്ങുന്നതും കാണാറില്ലേ? കാണാറുണ്ട്, പക്ഷെ അതിൽ നിന്നൊക്കെ ഇങ്ങനെ വഴുതി 4 കാലിൽ വീഴുന്നതും ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സ്വന്തം ശരത് സാർ. ശരത് സാറിനോടൊപ്പം ഒരുപാട് വേദികളിൽ സ്റ്റേജ് ഷെയർ ചെയ്യാൻ എനിക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. സാറിൻ്റെ ഇപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത് ഞാൻ സാറിൻ്റെ മ്യൂസിക്കിൽ ഒരു പാട്ട് പാടി. ഒരു ഫാന്റാസ്റ്റിക് കോമ്പോസിഷനാണ്. അത് ആദ്യം കേട്ടപ്പോൾ ഞാൻ ഏകദേശം ബോധം കെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത് അങ്ങനത്തെ ഒരു അസാധ്യ ഒരു പാട്ട്. അത് പല രീതികളിലൂടെയും പല രാഗങ്ങളിലൂടെയും ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു പാട്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് പാടാൻ ചെല്ലുമ്പോൾ ഞാൻ ചോദിച്ചു, സാർ വഴക്ക് പറയരുത്. പക്ഷെ ആദ്യമേ പറഞ്ഞു. പക്ഷെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു റെക്കോർഡിംഗ് ആണ്. ശരത് സാറിൻ്റെ പാട്ട് പാടുമ്പം അങ്ങനത്തെ ഒരു സാധാരണ ഈ നമുക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ അങ്ങനെ ഒരുപാട് തെറ്റുകൾ കണ്ടുപിടിക്കുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു ഒരു പ്രശ്നമില്ലാത്ത ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പാടിയിറങ്ങാൻ പറ്റുന്നത്. എനിക്കൊന്ന് സാർ, ഞാൻ ടെൻഷൻ അടിച്ചതൊക്കെ വെറുതെ ആയിരുന്നു. ഏകദേശം ഒരു 1 hourനകത്ത് ആ പാട്ട് പാടി ഇറങ്ങിയിരുന്നു. അപ്പം അതിമനോഹരമായിട്ട് പാടി മഞ്ജരി. അത് അത്ര ഈസി ആയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ റെക്കോർഡിംഗ് സെഷൻ ഒക്കെ അങ്ങനെയാണ് മഞ്ജരി. നമ്മൾ കൂളായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് അങ്ങനെ പാടിച്ചെടുക്കാനും പറ്റത്തില്ല. നമ്മൾ ഓരോ ചെറിയ തെറ്റുകൾക്ക് ഞാനിവിടുന്ന് ചിരിച്ച് പല സർദാർജി ജോക്കുകളും പറഞ്ഞ് ഞാനത് പ്രത്യേകം പറഞ്ഞു, സാർ എന്നെ ചിരിപ്പിക്കരുത്, ചിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പാടാൻ പറ്റില്ല. പക്ഷെ സാർ എൻ്റെ എക്സ്പ്രഷൻ കണ്ട് ചിരിക്കുക. ഞാൻ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഓരോ സ്ഥലത്തും എല്ലാം തെറ്റുമ്പോൾ എന്നോട് എനിക്ക് ചിരിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല. സാറിൻ്റെ ഒരു പാട്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ കുട്ടികൾ പാടുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാക്ടീസ്, ഇപ്പോൾ സരളി വർഷകളായാൽ പോലും അതൊക്കെ സിമ്പിൾ സാധനങ്ങളാണ്. പക്ഷെ സാറിൻ്റെ ഒരു പാട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാട്ടുകാരനാവാം. അപ്പോൾ ഏതെങ്കിലും ഒരു സാർ കമ്പോസ് ചെയ്തൊരു പാട്ട് ക്ലാസിക്കൽ എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ വേറെ ഒന്നും വേണ്ട, തൊണ്ട നല്ല സൂപ്പറായിട്ട് പോകും. എപ്പോഴായിരുന്നു ശരത് സാറിനെ ഫസ്റ്റ് മീറ്റ് ചെയ്തത്? മഞ്ജരി എപ്പോഴാണ് കാണുന്നത്? ട്രിവാൻഡ്രത്ത് വെച്ചെന്തോ അല്ലേ? അല്ല സാർ, ഞാൻ സാറിന് പാടാൻ വന്ന സമയത്താണ് ആദ്യമായിട്ട് ചെന്നൈയിൽ ഞാനൊരു പാട്ട് പാടാൻ പോയി. പക്ഷെ എനിക്ക് ഭയങ്കര കോൾഡ് ആയതുകൊണ്ട് പിന്നെ അന്ന് പാടിയില്ല. സാറിന് അന്ന് ആദ്യമായിട്ട് അങ്ങനെയാണ് ഞാൻ കാണുന്നത്. പിന്നീട് ഒരുപാട് വേദികളിൽ, സാറുള്ള വേദികളിൽ ഒക്കെ ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം റിയാലിറ്റി ഷോസിൽ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുമ്പോഴാണ് ശരിക്കും ഒരുപാട് കഥകളും ഒരുപാട് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ശരിക്കും ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ, സാർ ഒരുപാട് മ്യൂസിക്കലി സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് മ്യൂസിക് ഡിസ്കസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു സമാധാനം, ഒരു സന്തോഷം, അത് വേറെ തന്നെയാണ്. തമാശകളൊക്കെ സാർ പറയും, പക്ഷെ അതിൻ്റെ ഇടയിൽ മ്യൂസിക്കൽ നോളജ്, എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിച്ചാൽ ഞാൻ സാറിനെ വിളിക്കും. അപ്പോൾ സാർ എന്താണ് അടുത്ത ഡൗട്ട് എന്താന്ന് പറയൂ. അങ്ങനെ ഇതൊക്കെ എന്താ പറയുക, ശ്രുതിഭേദം എന്ന് പറയുന്ന ടോപ്പിക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം അത് സാറിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കും. അപ്പം അങ്ങനെ ഒരു ഗുരു ശിഷ്യ ബന്ധം കൂടി ഉണ്ട്. അതെ, കുറെ സന്തോഷം മഞ്ജരി വിളിക്കുമ്പോൾ തന്നെ ഒരു കുറേ സന്തോഷം. പക്ഷെ ഈ അടുത്ത് ചോദിച്ച ഒരു കാര്യം ഞാൻ പാടി തന്നില്ല, ഇന്നും പാടിത്തരും.
അതെ അതെ അതെ. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി ഒന്നിച്ചിരുന്ന് വീണ്ടും കുറെ കഥകൾ നമുക്ക് പറയാം. ഓക്കെ, പാട്ടുകൾ കേൾക്കാം, തമാശകൾ പറയാം, ചേച്ചിയുടെ പാട്ടുകളും കേൾക്കണം, നിങ്ങൾ ഒന്നിച്ചുള്ള പാട്ടുകൾ നമുക്ക് കേൾക്കണം. ഓക്കെ, അതിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടും. ആ വിടാം. ഓക്കെ, പുതുതലമുറയുടെ ഒരു സംഗീത സംവിധായകൻ ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ആളുടെ പാട്ടുകളൊക്കെ നമ്മുടെ ഇങ്ങനെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കേറിപ്പോവും. ഇമോഷണലി നമ്മളൊക്കെ ആ പാട്ടുകൾ കേട്ട് കരഞ്ഞു വരെ പോകും. ജോസഫ്, മാളികപ്പുറം, ഇത്തരം സിനിമകളിലൊക്കെ പാട്ടുകൾ ചെയ്ത് ഇവനാണോ അറിയാലേ? വിളിക്കണ്ടേ രഞ്ജിൻ ചേട്ടനെ? ലെറ്റ്സ് വെൽക്കം രഞ്ജിൻ രാജ്. ഇവനെ എത്രയോ കൊല്ലം മുമ്പ് കാണുന്നതാണ്. അപ്പൊ അവൻ അതുപോലെ പിന്നെ വളർന്നു ഇവൻ. കുറെ സന്തോഷം. പാറു, നമ്മളിപ്പോ ഈ റിയാലിറ്റി, ഇപ്പൊ ഈ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മളൊരു റിയാലിറ്റി ഷോയിലിരുന്ന് അവരൊക്കെ പാടി നമ്മൾ കണ്ട അവരൊക്കെ ഒരു ലെവലിൽ രക്ഷപ്പെടുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ സന്തോഷം. നമ്മുടെ നിങ്ങളുടെ ഗ്യാങ്ങിലല്ല നമ്മുടെ നജീം അർഷാദ്, നജീം, ഹിഷാം, അരുൺ ഗോപൻ, റോഷൻ, ദുർഗ, അമൃത. ഞാൻ കണ്ടു ഹിഷാം വന്ന എപ്പിസോഡ് ഞാൻ കണ്ടു. ഞാൻ കാണാറുണ്ട് സൂപ്പർ സ്റ്റാർ. ഈ പറഞ്ഞ പോലെ ജോബ്, സംഗീത് സമയം, അത് ആ സമയം സൂപ്പർ സ്റ്റാർ കണ്ടിട്ടാണ് ഒരു റിയാലിറ്റി ഷോയിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് വെരി നെക്സ്റ്റ് ഇയർ ആയിരുന്നു സാർ പറഞ്ഞ നമ്മുടെ ആ ബിഗ് റിയാലിറ്റി ഷോ. അപ്പോൾ അതിന്റെ റീസൺ അമൃത സൂപ്പർ സ്റ്റാർ ആയിരുന്നു. എല്ലാത്തിനും മലയാളത്തിൽ തുടക്കം കുറിച്ച ഒരു റിയാലിറ്റി ഷോ, സിംഗിങ് റിയാലിറ്റി ഷോ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ജോബിന് എത്ര വോട്ടായി, സംഗീതത്തിന് എത്ര വോട്ടായി. എനിക്ക് ജോബ് ജയിക്കണമെന്നായിരുന്നു. പക്ഷെ ജോബിന് അന്ന് റണ്ണറപ്പ് ആവാൻ പറ്റിയ സംഗീതമാണ്. സംഗീതം എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അന്ന് ഞാൻ ജോബിന്റെ ഭയങ്കര ഫാനായിരുന്നു. ഖുദാസയൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു ജോബ്. പനിവിഴും വളർവനും സംഗീത് പാടിയത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ സാറുള്ള ഷോയിൽ ഞാൻ അന്ന് കണ്ടസ്റ്റന്റ് ആയിട്ട് ഞാൻ ആദ്യം പാടുന്നത് പനിവിഴുമായിരുന്നു. അതിന്റെ കാരണം സംഗീത് സൂപ്പർ സ്റ്റാറിൽ അത് പാടുന്നത് കേട്ടിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ മൊമെന്റ്സ് എനിക്ക് അമൃത സൂപ്പർ സ്റ്റാർ എനിക്ക് ആ സമയത്ത് തന്നിട്ടുണ്ട്.